ഭീംറാവു, എനിക്ക് ചെറുതും ക്രിസ്പിയും രുചി നിറഞ്ഞതുമായൊരു ലഘുഭക്ഷണം വേണം, അവൾ ആജ്ഞാപിച്ചു. ഇത് പുതിയതും ആവേശകരവുമായ ഒന്നായിരിക്കണം. ഭീംറാവു അമ്പരന്നു. മുമ്പൊരിക്കലും അത്തരമൊരു അഭ്യർത്ഥന അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹം രാജകീയ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് ചുറ്റും നോക്കി. കുറച്ച് ഗോതമ്പുമാവ്, ഉടച്ച ഉരുളക്കിഴങ്ങ്, പുളി, കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ കണ്ടെത്തി. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു ആശയം തോന്നിയത്. അയാൾ പെട്ടെന്ന് മൃദുവായ മാവ് കുഴച്ച് ചെറിയ വൃത്താകൃതിയിലുള്ള ഉരുളകളാക്കി പൊരിച്ചെടുത്തു. ഭീംറാവു, എനിക്ക് ചെറുതും ക്രിസ്പിയും രുചി നിറഞ്ഞതുമായൊരു ലഘുഭക്ഷണം വേണം, അവൾ ആജ്ഞാപിച്ചു. ഇത് പുതിയതും ആവേശകരവുമായ ഒന്നായിരിക്കണം. ഭീംറാവു അമ്പരന്നു. മുമ്പൊരിക്കലും അത്തരമൊരു അഭ്യർത്ഥന അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹം രാജകീയ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് ചുറ്റും നോക്കി. കുറച്ച് ഗോതമ്പുമാവ്, ഉടച്ച ഉരുളക്കിഴങ്ങ്, പുളി, കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ കണ്ടെത്തി. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു ആശയം തോന്നിയത്. അയാൾ പെട്ടെന്ന് മൃദുവായ മാവ് കുഴച്ച് ചെറിയ വൃത്താകൃതിയിലുള്ള ഉരുളകളാക്കി പൊരിച്ചെടുത്തു.